മാരകമായ സിഹർ കൊണ്ട് ജീവിതം തകർന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 10 മിനിറ്റാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 10 മിനിറ്റ് കൊണ്ട് എത്ര മാരക സിഹറും അള്ളാഹു ബാത്തുലാക്കി തരും. മാത്രമല്ല, ഈ സിഹർ ചെയ്തതാരാണോ ആ ചെയ്തവരിലേക്ക് അള്ളാഹു അത് തിരിച്ചു വിടുക കൂടെ ചെയ്യുമത്രേ. ഏതാണ് ആ കാര്യം എന്ന് പഠിക്കണ്ടേ? നമുക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കണ്ടേ മക്കളെ? ഈ സിഹറൊക്കെ ഒന്ന് ബാത്തുലാക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഇഖ്ലാസോടെ തന്നെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ മനുഷ്യന്മാരാണല്ലേ. സിഹർ ചെയ്താൽ അത് ഫലിക്കോ? ഇല്ല അല്ലേ? സിഹർ ചെയ്തതുകൊണ്ട് മാത്രം ഫലിക്കില്ല. ആരുദ്ദേശിക്കണം? അള്ളാഹ് ഉദ്ദേശിക്കണം. വമാ ഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹിൻ്റെ അനുവാദം ഇല്ലാതെ ഒരു ഉപദ്രവവും ഫലിക്കൂല. അത് സിഹറാകട്ടെ, കണ്ണേറാകട്ടെ, പൈശാചികതയാകട്ടെ, ഒരാൾ നമ്മളെ കൊല്ലാൻ വരികയാകട്ടെ, എങ്ങനെയാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടെയാണ് ഖൈറും ഷെറും നമ്മളിൽ സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് മനസ്സിലായി? അള്ളാഹ് ഉദ്ദേശിച്ചാൽ സിഹർ ഫലിക്കും. സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണം വരുമ്പോഴേക്ക് നമ്മൾ തകർന്നു പോകരുത്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് സിഹർ ബാത്തുലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹുവാണ് സിഹർ നൽകുന്നവൻ, അള്ളാഹുവാണ് സിഹർ ബാത്തുലാക്കുന്നവനും. ശൈത്വാനൊക്കെ ഒരു കാരണം മാത്രമാണ് കേട്ടോ. നൽകുന്നത് ശൈത്വാനല്ല, ശൈത്വാൻ ഒരു കാരണമാണ്. നൽകുന്നവൻ അള്ളാഹുവാണ്. എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് അല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധം തകർന്നുപോയ എത്രയോ കുടുംബങ്ങളുണ്ട്. എത്രയോ കച്ചവടങ്ങൾ നഷ്ടത്തിലായി പോയിട്ടുണ്ട്. നിരന്തരം രോഗം, എപ്പോഴും രോഗം, രോഗമൊഴിഞ്ഞ നേരല്ല. ഇങ്ങനെ കുറേ സിഹറിൻ്റെ അടയാളങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ കാണാം. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നിങ്ങളിത് ചെയ്തോ, നിങ്ങളുടെ ജീവിതം മാറും. ഒരു ഡെയിലി ഒരു 10 മിനിറ്റ് നിങ്ങൾ ചിലവാക്കിയാൽ കണ്ടയിടത്തൊക്കെ പോയിട്ട് പൈസ കുറേ കൊണ്ടുപോയി നശിപ്പിക്കുന്നവരുണ്ട്. പോയി പെട്ടുപോകണ്ട. നിങ്ങളുടെ പണം കൊണ്ടുപോയി എവിടെയും നിക്ഷേപിക്കണ്ട. അതുപോലെ തന്നെ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ജ്യോത്സ്യന്മാരുടെ അടുക്കലൊക്കെ പോകുന്നവരുണ്ട്. 40 ദിവസം അവരുടെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല, അവരുടെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല, നിസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല. വലിയ ഡേഞ്ചർ സോണിലാണ് അവർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സിഹർ ബാധിച്ചു എന്നറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സിഹറിനെ മാറ്റിക്കളയാം. നമുക്ക് സിമ്പിളായിട്ട് മാറ്റാം. ഈ സിഹറിൻ്റെ അടിസ്ഥാന കാരണം തന്നെ അസൂയ കേട്ടോ. അങ്ങനെ അസൂയ കൊണ്ട് കുടുംബക്കാർ സിഹർ ചെയ്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അമ്മായിയമ്മ മരുമകൾക്കെതിരെ സിഹർ ചെയ്ത സംഭവം വരെ കൃത്യമായി ആ അമ്മായിയമ്മയുടെ വായ കൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് പോയപ്പോഴേ ഇവളുടെ ഉപദ്രവം കാരണമാണ് ഞാൻ അന്ന് ആ ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയിട്ട് ഒരു കെട്ട് കെട്ടിച്ചത്. അതീ പിന്നെ ഇവൾ അടങ്ങൂന്ന് കരുതി, എന്നിട്ട് ഇവൾ അടങ്ങിയില്ല എന്ന് പറഞ്ഞത്. ഒരു ഉമ്മ ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് മോളെ ഹജ്ജ്? എന്തിനാണ് നിൻ്റെ നിസ്കാരം? നിസ്കാരത്തഴമ്പൊക്കെ ഉണ്ടാവും പലർക്കും ഇല്ലേ? താഴെ ഇങ്ങനെ തല കുത്തിയിട്ട് ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിൽ നിസ്കാരത്തഴമ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് സിഹറിൻ്റെയും കൂടോത്രത്തിൻ്റെയും മറ്റ് അനാവശ്യങ്ങളുടെയും പിന്നാലെ നടക്കുന്നവരെ നിങ്ങളുടെ ഈമാനങ്ങ് ഉയർന്നു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്, സിഹർ ഫലിക്കുക തന്നെ ചെയ്യും അല്ലേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ഫലിച്ചിട്ടുണ്ട്. ആ സിഹർ ഒരു കിണറ്റിൽ നിന്ന് ആ സിഹറിൻ്റെ ആണി തറച്ചു വെച്ച വസ്തു അലി റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അള്ളാഹു 2 സൂറത്തിറക്കി ആ സിഹറിനെ ബാത്തുലാക്കിയിട്ടുമുണ്ട്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ സ്വഹീഹായ വ്യക്തമായ ഹദീസാണ്. മനസ്സിലായോ? അപ്പോൾ ഈ സിഹർ ബാധിച്ചാൽ ഇനി എന്ത് ചെയ്യും? ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് സിഹറാണെന്ന് തെറ്റിദ്ധരിക്കരുത്, സിഹർ ഇല്ലാന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ അവസ്ഥ. 3 വിധത്തിൽ സിഹറിനെ ബാത്തുലാക്കാം അത്രേ. 3 കൂടെ ചെയ്താൽ അടിപൊളി, സിഹറങ്ങ് പറന്നു പോകും. ഈ 3 കൂടെ ചെയ്യാൻ നമുക്ക് 10 മിനിറ്റ് വേണ്ട അല്ലേ? എന്നാൽ ഇഖ്ലാസോടെ ചെയ്താലോ അടിപൊളിയാണ്. മഹാനായ അബൂ ഹാത്തിം റഹിമഹുല്ല ലൈഹ് റഹിമഹുല്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. സിഹർ ബാധിച്ചു എന്ന് ഉറപ്പായാൽ എന്ത് ചെയ്യണം? ഒരു പാത്രം എടുക്കുക. ഒന്നുകിൽ അയാൾ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തു കൊടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് സൂറത്ത് യൂനുസിലെ 81, 82 ആയത്തുകൾ ഓതുക. ഇല്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين ويحق الله الحق بكلماته ولو كره المجرمون. ഇത്രമേൽ സിമ്പിളാണ്. 2 ആയത്ത് ഇത് ഓതുക, എന്നിട്ട് അതിലേക്ക് മന്ത്രിക്കുക. അതിനുശേഷം സൂറത്തുൽ ആറാഫിലെ 118, 119, 120, 121 ആയത്തുകൾ, 122 കൂടെ ചേർത്താൽ മനോഹരമായി. അങ്ങനെ 5 ആയത്തുകൾ. എങ്ങനെയാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവഖഅൽ ഹഖ് വബطല മാ കാനൂ യഅമലൂൻ فغلبوا هنالك وانقلبوا صاغرين وألقي السحرة ساجدين قالوا آمنا برب العالمين رب موسى وهارون. ഈ ആയത്തുകൾ ഓതിയിട്ട് അതും വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. എത്ര നേരം വേണ്ടി വന്നു? 5 മിനിറ്റ് പോലും വേണ്ട അല്ലേ? 2 മിനിറ്റ് വേണം? വേണ്ട. വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് സുമ്മ യസുബ്ബു അല റഅസിൽ മസ്ഹൂർ, സിഹർ ബാധിക്കപ്പെട്ട മനുഷ്യൻ്റെ തലയിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. തലയിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഡെയിലി ചെയ്യാം. ഒരു 41 ദിവസം പതിവാക്കാൻ പറ്റുമോ? സിഹർ ആ കൂടോത്രത്തിൽ നിന്ന്, ഇനി കണ്ണേറ് പോലുള്ള ഷെറുകളിൽ നിന്നാണെങ്കിലും അവന് സമാധാനവും ജീവിതത്തിൽ സന്തോഷവും ലഭിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ? സൂറത്ത് യൂനിസിലെ 81, 82, ആറാഫിലെ 118 മുതൽ 122 വരെയുള്ള ആഴ്ചകൾ ഓതി വെള്ളത്തിൽ ഊതിയിട്ട്, ഇശ്ഫി എന്ന് ഊതിയിട്ട് അത് തലയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഡെയിലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂലേ? ചെയ്യാം. ചുരുങ്ങിയതൊരു 21 ദിവസമെങ്കിലും പതിവാക്കാൻ മറക്കരുത്. അള്ളാഹു ശിഫയാക്കട്ടെ. രണ്ടാമത്തേത്, ഒരാൾ സിഹർ ബാധിച്ച രോഗിയായാൽ, ഒരാൾക്ക് എപ്പോഴും രോഗം, വീട്ടിലെപ്പോഴും രോഗം, ഒരു രോഗം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി വന്നാൽ അടുത്ത രോഗം, പിറ്റേന്ന് രോഗം, ഇങ്ങനെ രോഗം. എല്ലാം സിഹർ കൊണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ സിഹറിൻ്റെ ഒരു അടയാളമായി ഇതിനെ പറയപ്പെടുന്നുണ്ട് നിരന്തരം രോഗം. എന്ത് ചെയ്യണം? അയാൾ ഒന്നുകിൽ സ്വയം ഓതാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അതാണ്. ഓതാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഓദിക്കും. ഏറ്റവും നല്ലത് സ്വയം ഓതലാണ്. എന്താണ്? മുഅവ്വിദത്തൈനി ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും 41 തവണ. എത്ര തവണ? 41 തവണ. ഒന്നുകിൽ 3 തവണ, അല്ലെങ്കിൽ 3 ദിവസം, അല്ലെങ്കിൽ 5 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം. അങ്ങനെ ഒന്നുകിൽ 3 ദിവസം ഓതണം, അല്ലെങ്കിൽ 5 ദിവസം ഓതുക, അല്ലെങ്കിൽ 7 ദിവസം ഓതുക. 7 ദിവസം ഒന്ന് ഓതി വെക്ക്. നമുക്കൊന്ന് ഓതി നോക്കാം. അങ്ങനെയല്ല, ഇഖ്ലാസോടെ മുഅവ്വിദത്തൈനി ഒന്ന് ഓതിക്കോ ഡെയിലി 41 തവണ. ഇനി മന്ത്രിക്കണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവിക്കോ, അല്ലെങ്കിൽ ഇശ്വി എന്ന് മന്ത്രിച്ചോ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഊതി കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓതൽ ആണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അത് മന്ത്രിച്ച് കുടിച്ചാൽ വളരെയേറെ ഉപകാരപ്രദമാണ്. മനസ്സിലായോ? അപ്പോൾ 41 തവണ മുഅവ്വിദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും, രോഗമൊക്കെ മാറി സിഹറിൽ നിന്ന് രക്ഷ നേടുന്നത് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തേത്, വീട്ടിൽ സിഹറുണ്ട് എന്ന് ഒരാൾ ഉറപ്പായി. ഒരാൾ പറഞ്ഞു, അതായത് ഈ വിഷയമൊക്കെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ സിഹറുണ്ട്. മൻ ഖറഅ സൂറത ഇന്നാ അൻസൽനാഹു ഫീ ബൈത്തിൻ ഫീഹി സിഹ്റുൻ ലാ യഅരിഫു മകാന വല മൗദിഅ ദഫനിഹി. ഒരാളുടെ വീട്ടിൽ സിഹറുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല. മനസ്സിലായോ? എവിടെയാണ് സിഹർ ഉള്ളതെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരാൾ വീട്ടിൽ വെച്ച് ഇടയ്ക്കിടെ ഓരോ നിസ്കാരത്തിന് ശേഷമായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ സമയത്തായിക്കോട്ടെ, എപ്പോഴാണെങ്കിലും ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, പടച്ചോനെ ആ സിഹറിൻ്റെ സ്ഥാനം നീ കാണിച്ചു തരണേ അല്ലാഹ് എന്നുള്ള നെയ്യത്തിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവന് അള്ളാഹു അത് വെളിവാക്കി കൊടുക്കും. അതെങ്ങനെയാണെന്ന് അള്ളാഹ്ക്കറിയാം. ചിലപ്പോൾ ഒരാൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ അള്ളാഹ് നമുക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരും. മനസ്സിലായോ? ഡെയിലി ഒരു 33 തവണ ഓതാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. അപ്പോൾ എവിടെയാണോ സിഹർ കുഴിച്ചിട്ടിട്ടുള്ളത് എന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണിച്ചു തരാൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഡെയിലി ഒരു 33 തവണ ഏറ്റവും ചുരുങ്ങിയത് ഹൃദ്യമായി ഓതി നോക്ക്. അപ്പോൾ ഈ 3 കാര്യം കൂടെ ചെയ്താലോ? അടിപൊളിയായി അല്ലേ? ഈ 3 കാര്യം കൂടെ ചെയ്യാനായിട്ട് ഇപ്പോൾ 10 മിനിറ്റ് പോലും വേണ്ട അല്ലേ? സിമ്പിളാണ്. മുഅവ്വിദത്തിന് 41 തവണ ഓതാൻ ഇച്ചിരി സമയം വേണം. എന്നാൽ ഇഖ്ലാസോടെ ഒന്ന് ഓദിക്കോ, 10 മിനിറ്റ് കണക്കാക്കണ്ട. എന്നാൽ ഓരോ കാര്യവും ചെയ്യാനായിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യണത്, അൽഹംദുലില്ലാഹ് 10 മിനിറ്റ് പോലും വേണ്ട. സിമ്പിളായിട്ട് ഓതി തീർക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇത് നിങ്ങൾ ചെയ്താൽ മാത്രം പോരാ, എല്ലാവരിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. എത്രയോ സിഹർ കൊണ്ട് കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരും സന്തോഷിക്കട്ടെ എന്ന്, അവർക്കൊക്കെ സമാധാനം കിട്ടട്ടെ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഈ സഹായം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ബാധിച്ച സംഗതികളെല്ലാം മാറ്റിത്തരൂലേ? മറ്റൊരാൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ കാരണം ചെയ്താൽ അതിൻ്റെ ഫലം ആദ്യം കിട്ടുന്നത് നമുക്കാണെന്നാണ്. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനി ഇത് ഇഖ്ലാസോടെ ചെയ്യണം. ഏതായാലും ഉസ്താദ് പറഞ്ഞല്ലേ, കുറേ തങ്ങന്മാരുടെ അടുത്തും മൈലിയാക്കന്മാരുടെ അടുത്തും ഒക്കെ പോയി നോക്കി, ഇനിയിപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട, ഒന്ന് നോക്കാം, അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇഖ്ലാസോടെ ചെയ്യാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളേറെ വരാതെ നോക്കലാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ കുറച്ച് പ്രിക്കോഷൻസ് എടുത്താലോ സിഹറും കണ്ണേറൊന്നും ഫലിക്കാതിരിക്കാൻ. ഒന്നാമത്തേത് പുരുഷന്മാരോട് പറയട്ടെ, ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ജമാഅത്ത് പതിവാക്കുന്നവർക്ക് സിഹറിൽ നിന്നൊക്കെ ഉപദ്രവമുണ്ടെന്നാണ്. സഹോദരിമാർ വീട്ടിൽ നിങ്ങൾ ഒന്നിലധികം ആളുകൾ സഹോദരിമാരുണ്ടെങ്കിൽ വീട്ടിൽ ജമാഅത്താക്കലാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? രണ്ടാമത്തേത്, ഈ പിശാചിനിഷ്ടമുള്ള സംഗീതം പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. എപ്പോഴും മ്യൂസിക്, ഹറാമായ സംഗീതങ്ങൾ, ഹറാമായ പാട്ടുകൾ, ഏതോ മറ്റേ ഷായുടെ പാട്ടുകൾ, ഞാൻ ബാക്കിയുള്ള പറയണില്ല, പെണ്ണുങ്ങളൊക്കെ കിടന്ന് തുള്ളുക, പർദ്ദയൊക്കെ ഇട്ട് തുള്ളുകയാണ്. നമ്മൾ പറഞ്ഞാലോ മമ്മൂട്ടി തെറ്റ് ചെയ്യണില്ലേ, അതിന് മമ്മൂട്ടിയുടെ വിഷയം ഇവിടെ പറയണം, നിങ്ങളിലേക്ക് നോക്കിയാൽ പോരെ അല്ലേ? ഞാൻ പറഞ്ഞത് പർദ്ദയിട്ട്, തട്ടുവിട്ട്, നിഖാബ് ഇട്ട് കണ്ട ഷായുടെ ഡാൻസിൽ പോയി, പാട്ടിൽ പോയി തുള്ളുന്ന പെണ്ണുങ്ങളില്ലേ? അങ്ങനെ നമ്മളാകാൻ പാടില്ല. അതാണായാലും പെണ്ണായാലും. അത്തരം ശൈത്താൻ ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കുകളുടെ പിന്നാലെ പോയാൽ പൈശാചികത ഉണ്ടാകും എന്നാണ്. അപ്പോൾ അത് മാറി നിൽക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത്, കിടക്കാൻ നേരത്ത് വുളു എടുത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുക. വുളു എടുത്ത് കിടക്കണം, ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കണം. കാരണം രാത്രിയാണ് ഏറ്റവും കൂടുതൽ സിഹറും കണ്ണേറും ഫലിക്കുന്നത്. ആ സമയത്ത് വുളുവോടെ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ തൊടൂല്ല നമ്മളെ. നാലാമത്തേത്, എന്ത് ചെയ്താലും, എന്ത് നല്ലത് ചെയ്താലും ബിസ്മി കൊണ്ട് തുടങ്ങാം. ഏത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നല്ല ബോധ്യത്തിൽ ചൊല്ലി തന്നെ തുടങ്ങുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. ഇനി അഞ്ചാമത്തേത്, സ്വാലിഹീങ്ങളോട് ബന്ധം എപ്പോഴും ഉണ്ടാകണം. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, സയ്യിദന്മാർ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരോടൊപ്പം ഒരു ബന്ധം പുലർത്തുക. വഫാത്തിന് ശേഷവും ഒരു ബന്ധം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ മഹാന്മാരുടെ മസാറുകളൊക്കെ ഒന്ന് സിയാർത്ത് ചെയ്യാൻ പോവുക അല്ലേ? ഏതെങ്കിലുമൊക്കെ ഒരു മഹാനുമായിട്ട് പ്രത്യേക ഒരു ബന്ധം. എൻ്റെ വാപ്പ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോട് വലിയ ബന്ധം വെച്ച ആളായിരുന്നു. ഹയാത്ത് കാലത്ത് കണ്ടവരാണ്. ഡെയിലി ഒരുപാട് യാസീൻ, ആ നിന്ന നിൽപ്പിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ ഒറ്റ നൃത്തത്തിൽ ജോലിയുടെ ഇടയിൽ 10-50 യാസീനൊക്കെ ഓതും. ഒരുപാട് നന്മകളൊന്നും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. പക്ഷേ ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ യാസീൻ ഓതും. അങ്ങനെ മഹാനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു. മരിക്കാൻ നേരത്ത് സുന്ദരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആ മനോഹരമായ സുഖത്തിലങ്ങ് മരിച്ചു. മാത്രമല്ല ദിക്റുകൾക്കിടയിൽ അതുപോലെ തന്നെ മനോഹരമായി അസ്മാ ഉൽ ബദറും അസ്മാ ഉൽ ഹുസ്നയും ബുറുദയും ഒക്കെ ചൊല്ലുന്നതിനിടയിൽ മനോഹരമായൊരു മരണം ആസ്വദിക്കാൻ പറ്റി. സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഇതിൻ്റെ കാരണം. മനസ്സിലായോ? നമ്മൾ മോശമാണെങ്കിലും അവർ നല്ലവരല്ലേ, അവർ നമ്മളെ കൈപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ സ്വാലിഹീങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ അത് ഹയാത്തിലും വഫാത്തിന് ശേഷം ഒക്കെ ഉണ്ടാവുക. ആ ബന്ധം നമ്മളെ ഇത്തരം ഷെറുകളിൽ നിന്ന് കാക്കും എന്നുള്ളതാണ്. ആറാമത്തേത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് ഹദ്ദാദ് റാത്തീബ് അല്ലേ? ഹദ്ദാദ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അവിടുത്തെ ഹദീസുകളിൽ നിന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ദിക്റുകളാണ്. ആ ദിക്റുകളുടെ സമാഹാരമാണ് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഹദ്ദാദ് റാത്തീബ്. അത് കൃത്യാക്കുക. ഡെയിലി ഹദ്ദാദ് പതിവാക്കുന്ന മനുഷ്യന് സിഹർ തൊടൂല എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പൈശാചിക ഉപദ്രവത്തിൽ നിന്നും നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഫതുഹുൽ മുഈൻ രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണോ രണ്ടാമനാണോ എന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് അല്ലേ? അല്ലാഹു അടുത്ത മദദ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ഫതുഹുൽ മുഈൻ എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ്, ഷറഹാണ്. ഏത് ഫതുഹുൽ മുഈൻ്റെ മൂലഗ്രന്ഥം ഏതാണ്? ഫതുഹുൽ മുഈൻ എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ്. ഏതാണ് ആ മൂലഗ്രന്ഥം? അത് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല് സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ മദദ്, നുസ്റ, നളറ അനുഗ്രഹിക്കണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദുആ വസിയ്യത്തുകൾ ചെയ്ത ധാരാളം ആളുകളുടെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾ പരീക്ഷകൾ എഴുതുകയാണ്, ഉന്നത വിജയം നൽകണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ.
അല്ല. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ല. അതവുള്ള നിസ്കാരമുള്ള മക്കളാക്കണേ അല്ല. യാ റബ്ബന വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല. പ്രവാസികളുണ്ട് ബറക്കത്ത് ചെയ്യണേ അല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഖബർ വെളിച്ചമാക്കണേ അല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ല. ഹബീബിൻ്റെ തിരുനോട്ടം നൽകണേ അല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരുടെയും വീടകം പ്രകാശപൂരിതമാക്കണേ അല്ല. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.